ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന, നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്ന, നിന്റെ പാപം മോചിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ ആഗ്രഹം എന്താണോ അത് കർത്താവ് സാധിച്ചു തരും. എന്തെന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നാം മനസ്സിൽ ചിന്തിക്കുന്നത്, ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിൻ്റെ ഓരോ ആഗ്രഹങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. കുടുംബത്തെക്കുറിച്ചുള്ള ആവലാതികൾ, മക്കളെക്കുറിച്ചുള്ള പദ്ധതികൾ, പ്ലാനുകൾ, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, കുടുംബാംഗങ്ങളുടെ രോഗാവസ്ഥ, നിന്റെ രോഗാവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുക. കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നു. നിന്റെ എല്ലാ മേഖലകളിലും ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, ഇവിടെയെല്ലാം കർത്താവിൻ്റെ അത്ഭുത സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മറഞ്ഞുപോയ, നാം ഓർക്കാത്തതായ അനേകം കാര്യങ്ങൾ സൗഖ്യത്തിനു വേണ്ടി ഉണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവെ, ജനനം മുതൽ ഇപ്പോൾ വരെയുള്ള എൻ്റെ ഓരോ അവസ്ഥയെയും ഓരോ നിമിഷങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ അറിയാത്ത മേഖലകളിൽ പോലും എനിക്ക് സൗഖ്യം ആവശ്യമാണ് എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ കർത്താവെ, നിനക്ക് മാത്രമേ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കൂ. ഇന്ന് നമ്മെ സൗഖ്യമാക്കുന്ന കർത്താവ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഓരോ അനുഭവങ്ങളിൽ നിന്നും, ഓരോ ദുഃഖത്തിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, ഇപ്പോഴുള്ള രോഗങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ഒറ്റപ്പെടലിൽ നിന്ന്, അവഗണനയിൽ നിന്ന്, നമുക്കുണ്ടായ ഹൃദയമുറിവുകളെ, ശരീരത്തിൻ്റെ രോഗങ്ങളെ എല്ലാം കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ സൗഖ്യപ്പെടുത്താൻ പോകുന്നു. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഇന്ന് നമ്മെ സ്പർശിക്കുന്നു. നിങ്ങളുടെ രോഗഭാഗങ്ങളിൽ കരം വെച്ച് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തം അവിടേക്ക് ഒഴുക്കി കർത്താവ് സുഖപ്പെടുത്തും. അവിടുത്തെ വചനമയച്ച് നിന്നെ സുഖപ്പെടുത്തും. സൗഖ്യപ്പെടാനുള്ള നിൻ്റെ ആഗ്രഹത്തെ കർത്താവിനെ സമർപ്പിക്കുക. അനുഗ്രഹിക്കപ്പെടാനുള്ള നിൻ്റെ ആഗ്രഹത്തെ സമർപ്പിക്കുക. ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കാൻ, ആഗ്രഹങ്ങൾ ഓരോന്നും സാധിക്കാനുള്ള നിൻ്റെ ആഗ്രഹത്തെ സാധിച്ചു തരാൻ കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്നെ കേൾക്കുന്നു. ഈ സമയം എല്ലാം നമ്മെ അലട്ടുന്ന എല്ലാ അവസ്ഥയെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ അവിടുത്തെ വചനം ശ്രവിക്കാം. ഇന്ന് നിൻ്റെ സൗഖ്യത്തിൻ്റെ ദിവസമാണ്. കർത്താവിൻ്റെ പരിപാലനയുടെ ദിവസമാണ്. കർത്താവ് നിന്നെ കരുതുന്നു. നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിൻ്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരും. എന്തൊക്കെയാണോ നിൻ്റെ ആഗ്രഹങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. തീർച്ചയായും അവിടുന്ന് നിൻ്റെ മനസ്സിന് സന്തോഷം വരുന്ന കാര്യം ഇന്ന് ചെയ്തു തരും. വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 103, 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പുതിയ പ്രഭാതത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാനുള്ള അവസരത്തെ നീ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് രാവിലെ ഉറക്കമുണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന ദൈവമേ,
ഇന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവർക്ക് നീ രോഗസൗഖ്യം നൽകണമേ. കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമേ. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവർക്ക്, സമൃദ്ധി ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമേ. ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിന്, ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകുന്നതിന് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഈ പ്രഭാതത്തിൽ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ അധ്വാനത്തെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ഉള്ള പ്രയത്നത്തെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടി സംതൃപ്തി ഉണ്ടാകാൻ, മനസ്സിന് സന്തോഷമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അറിയാവുന്ന മേഖലയിലും അറിയാൻ വയ്യാത്ത മേഖലയിലും നീ സൗഖ്യം നൽകണമേ. ഈശോയെ, ഞങ്ങളെക്കുറിച്ച് പൂർണ്ണമായി ഞങ്ങൾക്കറിയില്ല, എന്നാൽ നിനക്ക് ഞങ്ങളുടെ ജനനം മുതൽ അതിനു മുൻപേ തന്നെ ഞങ്ങളെ നീ അറിഞ്ഞിരുന്നു. അതിനാൽ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യത്തെ നീ അറിയുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. എല്ലാവർക്കും സൗഖ്യം നൽകണമേ. ആന്തരിക സൗഖ്യം നൽകണമേ. മാനസിക സൗഖ്യം നൽകണമേ. ശാരീരിക സൗഖ്യം നൽകണമേ. കർത്താവേ, മുറിവേറ്റ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ. ഭയപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിൽ നീ സൗഖ്യം നൽകണമേ. കർത്താവേ, എന്തിനും ഏതിനുമുള്ള ഞങ്ങളുടെ ഭയത്തെ നീ ദൂരീകരിച്ച് ഭയത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകി നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഉത്തമമായ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന മേഖലകളെ, വ്യക്തികളെ, സാഹചര്യങ്ങളെ, സന്ദർഭങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ ഓർത്തുള്ള ഭയം, ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഞങ്ങളുടെ അരക്ഷിതാവസ്ഥയെ ഓർത്തുള്ള ഭയം, ഞങ്ങൾക്കുള്ള എല്ലാ ദുരിതങ്ങളെ ഓർത്തുള്ള ഭയം, രോഗങ്ങളെ ഓർത്തുള്ള ഭയം എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഭയം കൂടാതെ സമാധാനത്തോടെ ജീവിക്കണം എന്ന് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതോടൊപ്പം ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്ത് പരിപൂർണമായി ദൈവത്തിൽ വസിക്കുന്നതിന്, ക്രിസ്തുവിൽ വസിക്കുന്നതിനും ക്രിസ്തുവിൽ ഫലമണിയുന്നതിനും ഞങ്ങൾക്കിന്ന് സാധിച്ചു തരണമേ. ഞങ്ങളോട് തന്നെ പൂർണ്ണമായി ക്ഷമിക്കുന്നു. മറ്റുള്ളവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങൾ ക്ഷമിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു തരണമേ. കർത്താവേ, നിനക്കല്ലാതെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ല. അതിനാൽ ഞങ്ങളുടെ പ്രയത്നങ്ങളെ നീ അനുഗ്രഹിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സാധിച്ച് ആവശ്യങ്ങളെ നിവർത്തിച്ച് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നീ ഇന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിലും നിനക്ക് ഞങ്ങളെ നിറവുള്ളവരാക്കി നിനക്ക് ഞങ്ങളെ അനുഗ്രഹിച്ചുയർത്താൻ സാധിക്കും. അതിനാൽ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തന്ന് ഇന്ന് എല്ലാം കൊണ്ടും ആരോഗ്യപ്രദമായ സമാധാനവും സംതൃപ്തിയുമുള്ള ഒരു ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സാധിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ ആഗ്രഹങ്ങളും നിനക്ക് സാധിച്ചു തന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ, സുഖപ്പെടുത്തട്ടെ. അവിടുന്ന് നിന്റെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും കൂടെയിരുന്ന് സഹായിക്കട്ടെ. നിന്റെ പോക്കിലും വരവിലും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.